ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ കലാകാരനാണ് ഷാജു കെ എസ്. 1995-ലെ മിമിക്സ് ആക്ഷൻ 500 എന്ന കോമഡി ചിത്രത്തിലൂടെയാണ് ഷാജു ബിഗ് സ്ക്രീനിലെത്തുന്നത്. മിമിക്രി കലാകാരന്മാർ ഒരുമിച്ച് അഭിനയിച്ച ചിത്രം വലിയ ഹിറ്റായിരുന്നു. ശേഷം കുറച്ച് ചിത്രങ്ങളിലൂടെ നായകനായും സൈഡ് റോളുകളിലും അഭിനയിച്ചു. ഇടയ്ക്ക് സിനിമയിൽ ഒരു ബ്രേക്ക് എടുത്തു. എന്നാൽ രണ്ടാം വരവില് മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുത്തു. കൊച്ചിയിലെ തന്റെ ആഡംബര ഫ്ളാറ്റിന്റെ ഹോം ടൂർ വീഡിയോ ചെയ്യാൻ എത്തിയ മൈൽസ്റ്റോൺ മീഡിയയിലൂടെ സംസാരിക്കുകയാണ് ഷാജു. ഏറ്റവും എളുപ്പത്തില് പോപ്പുലർ ആവണമെങ്കില് ബിഗ് ബോസില് പങ്കെടുത്താല് മതിയെന്ന് പൊതുവെ ഒരഭിപ്രായമുണ്ട്. അത്തരത്തില് അവസരം കിട്ടിയാല് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് ഷാജു പറഞ്ഞത് ഇങ്ങനെ: സത്യത്തില് ഇതേ ചോദ്യം എന്റെ മക്കള് ചോദിച്ചിരുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് ബിഗ് ബോസില് പങ്കെടുക്കാൻ. വിളിച്ചാല് ഞാൻ പോകും. പക്ഷെ ഭാര്യ പോകണ്ട എന്ന് പറഞ്ഞു. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ ബലഹീന ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ഭാര്യക്കാണ്. അതിനാലാവും അങ്ങനെ പറഞ്ഞത്. അതിനുള്ളിലെ വഴക്കും ബഹളവുമെല്ലാം എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാവും. ഇതിനോടെല്ലാം ഒരുപക്ഷെ സൈലന്റ് ആയിട്ടാവും ഞാൻ പ്രതികരിക്കുക. അങ്ങനെ ഒരാളായിട്ട് അവിടെ പോകുന്നതിലും നല്ലത് പോവാതിരിക്കുന്നതല്ലേ. അതിലൂടെ വരുന്ന ആളുകൾക്കെല്ലാം നല്ല ഫെയിം കിട്ടുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഒരു സമയം വരെയാണ്. അടുത്ത സീസണ് വരുമ്പോൾ പുതിയ ആളുകളിലേക്ക് ജനങ്ങള് ശ്രദ്ധ തിരിക്കും. എന്നാൽ സിനിമയില് ഒരു നടൻ എന്ന പരിഗണന എന്നും ഉണ്ടാവും. ഷാജു കൂട്ടിച്ചേർത്തു. പാരിജാതം, ശാരദ തുടങ്ങിയ സീരിയലുകളില് മികച്ച കഥാപാത്രങ്ങള് ചെയ്തിരുന്നു. എന്നാല് പിന്നീട് അത്തരത്തില് അവസരങ്ങള് വരാത്തത് കൊണ്ടായിരുന്നു സീരിയല് വിട്ടത്. സത്യത്തില് ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു. ഈയിടെ മഴവില് മനോരമയില് നിന്നും അവസരമുണ്ടായിരുന്നു. പക്ഷേ സിനിമകളിൽ നിന്ന് നല്ല കഥാപാത്രങ്ങള് വരുന്നുണ്ട്. അതിനാല് അതിനിടയില് സീരിയല് ചെയ്യുമ്പോള് കരിയറിനെ ബാധിച്ചേക്കാം. സിനിമ മോഹിച്ച് സിനിമയിലെത്തിയ വ്യക്തിയാണ് ഞാൻ. മികച്ച അവസരങ്ങള് വരുമ്പോള് സിനിമയില് തുടരുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സിനിമയില് നിന്നാണ് ഞാൻ സീരിയലില് പോകുന്നത്. ഒരു ഘട്ടത്തില് സിനിമ അഭിനയത്തിലൂടെ ഒന്നും ആവില്ല എന്ന ചിന്ത ഉണ്ടായി. അങ്ങനെ സീരിയല് ചെയ്യാൻ തുടങ്ങി. ചെയ്ത സീരിയലുകളെല്ലാം ഹിറ്റായി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോള് സീരിയലിലെ കഥകളും കഥാമുഹൂർത്തങ്ങളും മാറ്റമില്ലാതെ തുടർന്നു. അങ്ങനെ അത് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ പിന്നെയും സിനിമയിലേക്ക് തന്നെ പോവണം എന്ന ചിന്തയുണ്ടായി. അതിനുശേഷം വീണ്ടും സിനിമയില് സജീവമായി. റോമൻസിലെ മാത്തുക്കുട്ടി, അയ്യപ്പനും കോശിയും ചിത്രത്തിലെ എസ്.ഐ. ജോസഫ് കുട്ടി, സിറ്റി ഓഫ് ഗോഡ് എന്ന ചിത്രത്തിലെ വിജയൻ. അങ്ങനെ ഒരുപിടി മികച്ച വേഷങ്ങള് ഷൈജു ചെയ്തിട്ടുണ്ട്. ആട് 3-യില് ഷാജു ഉണ്ടെന്ന ചർച്ച പലതവണയായി സമൂഹ മാധ്യമങ്ങളിലൂടെ കേട്ടിരുന്നു. എന്നാൽ ആട് 3-യില് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നും ഇത് കണ്ടിട്ടെങ്കിലും എന്നെ വിളിച്ച മതിയായിരുന്നു എന്നുമാണ് ഷാജു പറഞ്ഞത്. നയൻതാര, ആസിഫ് അലി, സുരാജ് എന്നിവരുടെ ചിത്രങ്ങളില് താരം മികച്ച വേഷം ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇനി റിലീസിന് ഒരുങ്ങുന്നവയാണ്.